വോട്ടർ പട്ടിക വിവാദം. സുരേഷ് ഗോപിക്ക് സംരക്ഷണമൊരുക്കി MT രമേശ്. ഓഫീസിന് സുരക്ഷയൊരുക്കി പോലീസ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ സംരക്ഷണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സുരേഷ് ഗോപിയുടെ വിജയത്തെ അവമതിക്കാനും ജനങ്ങളെ അപമാനിക്കാനുമാണ് കോൺഗ്രസും CPM-ഉം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപി മണ്ഡലത്തിൽ വിജയിക്കാനുള്ള കാരണങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒരു കൊല്ലക്കാലത്തെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനവും BJPയുടെ സംഘടനാ പ്രവർത്തനവുമാണ് വിജയമൊരുക്കിയതെന്ന് MT രമേശ് ചൂണ്ടിക്കാണിച്ചു. BJPക്ക് വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടുള്ള റെസിഡൻഷ്യൽ പ്രൂഫ് ഹാജരാക്കിയാണ് വോട്ട് ചേർത്തത്. അത് ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും അതെല്ലാം സൂക്ഷ്മ പരിശോധനയിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണെന്നും MT രമേശ് വ്യക്തമാക്കി. ഞങ്ങൾ വോട്ട് ചേർക്കുമ്പോൾ ഇവരെല്ലാം എവിടെ പോയിരുന്നുവെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ചോദിച്ചു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ എവിടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ CPM-നെയും കോൺഗ്രസിനെയും MT രമേശ് വെല്ലുവിളിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്നായിരുന്നു മാധ്യമങ്ങളുടെ പോൾ സർവേ. ചില മാധ്യമങ്ങൾ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുമെന്നും പറഞ്ഞു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഞെട്ടലിൽ നിന്നും കോൺഗ്രസും CPM നേതൃത്വവും മുക്തരായിട്ടില്ലെന്നും MT രമേശ് പ്രതികരിച്ചു. കുറച്ചുകാലം പൂരത്തിന്റെ പിറകെയായിരുന്നു. അത് ക്ലച്ച് പിടിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് വോട്ടർ പട്ടിക വിവാദവുമായി രംഗത്ത് വന്നതെന്നും BJP സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. അടിയന്തരമായി കോൺഗ്രസിനെയും CPM-നെയും ചികിത്സയ്ക്ക് വിധേയമാക്കണമെന്നും MT രമേശ് പരിഹസിച്ചു. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് വോട്ട് നീക്കം ചെയ്ത ശേഷമാണ് തൃശൂരിൽ ചേർത്തത്. മുരളീധരൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം കോഴിക്കോട് നിന്ന് വോട്ട് വട്ടിയൂർക്കാവിലേക്ക് പേര് മാറ്റിയിരുന്നു. ഞങ്ങൾ ആരും അത് ചോദ്യം ചെയ്തില്ലെന്നും MT രമേശ് ചൂണ്ടിക്കാണിച്ചു. തോറ്റാൽ തോൽവി സമ്മതിക്കണമെന്നതാണ് മര്യാദ. സുനിൽകുമാർ തോറ്റെന്ന് ബോധ്യപ്പെടണം, കോൺഗ്രസുകാർ തോറ്റെന്ന് ബോധ്യപ്പെടണം, അല്ലാതെ നിലവിളിക്കുകയല്ല വേണ്ടത്. സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്തിലും ബൂത്തിലും ഞങ്ങൾ ലീഡ് നേടിയത് ക്രമക്കേട് നടത്തിയിട്ടാണോ? മുയൽ കിടന്നുറങ്ങിയിട്ട് ജയിച്ച ആമയെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമെന്നും MT രമേശ് ചോദിച്ചു. ഇതിനിടെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലുള്ള ഓഫീസിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ഓഫീസിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ ഏർപ്പെടുത്തിയത്.